മുത്തുമണികളെ മലപ്പുറം ചങ്ങായിയാണ് ഞാൻ എന്നുള്ളത്. ചോക്കാട് പഞ്ചായത്തിൽ 13-ാം വാർഡിൽ ഉതിരംപോയിലാട്ടോ. ഇവിടെ വരാനുള്ള കാരണം അകാലത്തിൽ പൊലിഞ്ഞ ചാളക്കത്തൊടിക സുധീർ എന്ന സഹോദരൻ്റെ 2 കുഞ്ഞുമക്കളടങ്ങുന്ന കുടുംബത്തിന് ഒരു സ്നേഹവീട് ഒരുക്കാൻ വേണ്ടി മോർണിംഗ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ഉതിരംപോയിൽ മുന്നിട്ടിറങ്ങുകയും ഒരുപാട് സുമനസ്കരായിട്ടുള്ള ആളുകളുടെ സഹായം കൊണ്ടും കാരുണ്യം കൊണ്ടും ഇൻഷാ അള്ളാ ഈ ഒരു രൂപത്തിലേക്ക് ആ കുട്ടികൾക്കുള്ള വീട് ഒരുങ്ങിക്കഴിഞ്ഞു. കുറച്ച് പണിയും കൂടി ബാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ആ കുടുംബത്തിന് ഈ വീട് സമർപ്പിക്കുന്നതാണ്. അൽഹംദുലില്ലാ, മഹത്തായ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം കൈകോർത്തുകൊണ്ട് ഈ വീടിൻ്റെ പെയിൻറ്റിംഗ് പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം കാളികാവ് ഏരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മ ഏറ്റെടുക്കുകയും അതിൻ്റെ ആദ്യപടി എന്നോണം ഇന്ന് വൈറ്റ് സിമൻറ്റ് അടിച്ച് ആ ഒരു പ്രവൃത്തി അവർ തുടങ്ങുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ബാക്കി പെയിൻറ്റിങ്ങിൻ്റെ പണി മൊത്തം ഈ കാളികാവ് ഏരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മ ഏറ്റെടുത്ത് അത് അവർ നടത്തി കൊടുക്കും എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് പങ്കാളികളായ ഓരോരുത്തരും, അതായത് സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട് ആരൊക്കെയാണോ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായത് അവർക്കൊക്കെ വേണ്ടി മോർണിംഗ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ ഒരു പാവപ്പെട്ട ഈ 2 കുഞ്ഞു മക്കളടങ്ങുന്ന ഈ ഒരു കുടുംബത്തിന് ഇത്രയും നല്ല മനോഹരമായ ഒരു വീടൊരുക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം എത്തിച്ചതിൽ വളരെ അധികം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉതിരംപോയിലെ ആ മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് അതിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെ ഒരു സദുദ്യമത്തിന് അവർ തയ്യാറായത് അൽഹംദുലില്ലാ, അവർക്ക് എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ മോർണിംഗ് സ്റ്റാർ ക്ലബിനും അതിൻ്റെ ഭാരവാഹികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ, നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാൽ ഏത് തളർന്ന് കിടക്കുന്നവരെയും ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ മാതൃക തന്നെയാണ് നമ്മുടെ മുന്നിൽ ഈ കാണുന്നതൊക്കെ. ഇത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാളികാവ് ഏരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മ ഒരുപാട് ചെറുപ്പക്കാർ ചേർന്നിട്ട് ആ ഒരു വീടിൻ്റെ ഒരു പെയിൻറ്റിങ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഈ പെയിൻറ്റിങ്ങിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഒരുപാട് വർക്കുകൾ ഇനിയും അവർക്ക് അവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ വർക്കിലും അവർ വന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ സന്തോഷം. ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ നമ്മൾ നാട്ടിൽ കാണുമ്പോൾ നമ്മുടെ നാട്ടിനും നമ്മളെ ആളുകൾക്കും ഇതുപോലെ ഒരു കൈത്താങ്ങായി നമ്മൾ മുന്നിട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാനും ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാനും നമ്മൾക്ക് തന്നെ കഴിയും. ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ ഒന്നും ചെയ്യാനാവില്ല. പക്ഷേ ഒരു നാട് വിചാരിച്ചാൽ, അല്ലെങ്കിൽ കുറച്ച് ചെറുപ്പക്കാർ വിചാരിച്ചാൽ, കുറേ ആളുകളെ അതിലേക്ക് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് പാവങ്ങൾക്ക് അത്താണിയാകാൻ കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. ഇതിൻ്റെയൊക്കെ തെളിവുകളാണ് നമ്മുടെ മുന്നിലേക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഒരുപാട് നന്ദി. ഇതിനുമായിട്ട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറയാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. കാരണം ഇനിയും ഇതുപോലുള്ള പ്രവൃത്തികൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ കൊടുത്തിട്ട് സഹകരിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ സാനു പള്ളിശ്ശേരി, കാളികാവ് ഏരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾക്ക് പെയിൻറ്റിങ് കൂട്ടായ്മ എന്ന് പറയുന്നത് കാളികാവ്, ചോക്കാട്, കരുവാരക്കുണ്ട്, തുവൂരടങ്ങുന്ന പഞ്ചായത്തുകളിലെ പെയിൻറ്റിങ് തൊഴിലാളികളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് സുധീർ ഉതിരംപോയിൽ. അകാലത്തിൽ പൊലിഞ്ഞു പോയ ആ സുഹൃത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള ഉതിരംപോയിലുള്ള ആളുകൾ ചേർന്നിട്ടൊരു വീട് നിർമ്മിച്ചത്. അപ്പോൾ ഞങ്ങളാൽ കഴിയുന്നൊരു സഹായം എന്നുള്ളവർക്കാണ് ആ വീടിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ ഞങ്ങൾ തൊഴിലാളികൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമാണ് ഇന്ന് എല്ലാവരും വളരെ ഉത്സാഹത്തോടെ പരസ്പര സ്നേഹത്തോടെ വന്ന് ഈ വർക്ക് പൂർത്തീകരിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തൊഴിലാളികളെ, പെയിൻറ്റർമാരെ, ഞങ്ങൾ ഈ ദൗത്യം കാളികാവ് ഏരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മ ഏറ്റെടുക്കാൻ തന്നെ കാരണം അകാലത്തിൽ മരണപ്പെട്ട ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ സുധീർ എന്നില്ല ഇത് കാണാനോ എങ്കിലും ഞങ്ങൾ ആദ്യമായി ഏറ്റെടുത്തൊരു ദൗത്യമായിരുന്നു സുധീറിനൊരു വീട് വെക്കുക. ആ വീട് വെച്ചിട്ട് അതിൻ്റെ 100% പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക എന്നില്ല. അതിൻ്റെ ഒരു ദൗത്യമാണ് ഇന്ന് ഇവിടെ നടന്നത്. ഒരു ബോട്ട് വൈറ്റ് സിമൻറ്റ് 15ഓളം തൊഴിലാളികൾ ഉൾക്കൊണ്ട് രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, പ്രണാമം ആരംഭിച്ചു. ഇനി വരും കാലങ്ങളിൽ അതിൻ്റെ പെയിൻറ്റിങ് വർക്കും ബാക്കിയുള്ള വർക്കും ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് കാളികാവ് ഏരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മക്ക് മുന്നിലുള്ളത്. അത് ചെയ്യാൻ
വീണ്ടും ഇതിലേറെ കൂടുതൽ തൊഴിലാളികൾ മുന്നിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയോടെ കാളികാവ് ഏരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മയുടെ പ്രസിഡൻ്റായ NM സലാം. പിന്നെ വേറൊരു കാര്യം ചോദിക്കാമല്ലോ എന്താ വെച്ചാൽ, പിന്നെ ഈ വീട് പിന്നെ ഏത് ക്ലബ്? മോർണിംഗ് സ്റ്റാർ ക്ലബ്ബാണ് ഇത് നിർമ്മിച്ച് കൊടുക്കണത് അല്ലേ? ഈ പിന്നെ അതായത് പിന്നെ ഈ മരിച്ച ചെറുപ്പക്കാരനല്ല ആൾക്ക് മക്കളില്ലേ? 2 കുട്ടികളുള്ളത്. ആൺകുട്ടികളോ പെൺകുട്ടികളോ? പെൺകുട്ടികൾ. അപ്പോൾ പിന്നെ ജീവിതമാർഗം വേറെ ഒന്നുമില്ലല്ലേ? അതായത് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരുന്നു അല്ലേ? പിന്നെ മൊത്തത്തിൽ ഈ വീടിൻ്റെ വർക്ക് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുകയാണോ? എങ്ങനെയാണ് ഇത് പിന്നെ മോർണിംഗ് സ്റ്റാറിൻ്റെ അത് ഇത് ഫുള്ളായിട്ട് അവർ ചെയ്ത് കൊടുക്കുകയാണ്, മൊത്തത്തിൽ ആണ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ വർക്ക് പിന്നെ നമ്മളെ കൂട്ടായ്മ ചെയ്ത് കൊടുക്കുകയാണ് പെയിൻറ്റിങ്ങിൻ്റെ. പക്ഷേ ഇതിനുള്ള മെറ്റീരിയലുകളും മറ്റും അതായത് കാളികാവ് ഏരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ 4 പഞ്ചായത്തുകൾ നമ്മൾ സെക്രട്ടറി സൂചിപ്പിച്ചു. അതിൽ നിന്ന് കാളികാവിൽ നിന്ന് ഒരു പ്രതിനിധി ഒരു ചാക്ക് വൈറ്റ് സിമെൻറ്റ്, തൂരിൽ നിന്നൊരു പ്രതിനിധി ഒരു ചാക്ക് വൈറ്റ് സിമെൻറ്റ്, അത് 2 ചാക്ക് വൈറ്റ് സിമെൻറ്റ്. അങ്ങനെ ആളുകളുടെ പേര് ഒരിക്കലും വെളിപ്പെടുത്താൻ ഒന്ന് പ്രത്യേകം ആദ്യം ഓർമ്മപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പ്രണാമം എന്ന നിലയ്ക്ക് ഇന്ന് വൈറ്റ് സിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി വരും കാലങ്ങളിൽ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നിൽക്കുന്നുണ്ട്. അത് ഒരുപാട് ആളുകൾ സ്പോൺസറുണ്ട്, പെയിൻറ്റ് കാര്യങ്ങൾ. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒറ്റക്കെട്ടായി കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരു സംഘടിതമായിട്ടാണ് ഈ വർക്കിനെ നമ്മൾ ഇന്ന് നേരിട്ടത്. ഇതുപോലെ പിന്നെ ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തൊട്ട് പിന്നെ വൈറ്റ് സിമെൻറ്റ് അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പിന്നെ അടുത്തത് എന്താണ് നമ്മൾ ചെയ്യാതെ അടിപ്പണി കഴിഞ്ഞു? അടുത്തത് ഇതിൻ്റെ അടിപ്പണി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു പിന്നെ ബാക്കി ജനലും കാര്യങ്ങളും മൊത്തത്തിൽ അങ്ങനെ ചെയ്തു കൊടുക്കും അല്ലേ? എന്തായാലും പിന്നെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതും കൂടി നമുക്ക് ആളുകളെ കാണിക്കേണ്ടതുണ്ട്. വേറെ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ഇത് പറയാനുള്ളത് ഈ സഹജീവി സ്നേഹം എന്നുള്ളത് ഒരു തൊഴിലാളികൾക്കിടയിലുള്ള ഒരു കെട്ടുറപ്പ്, ഒരു സ്നേഹം എന്നുള്ളതിൻ്റെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പണിയെടുക്കുന്നൊരു അതിഥി തൊഴിലാളി, അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. അന്യ സംസ്ഥാന തൊഴിലാളി അതും പറയാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു സഹോദര സംസ്ഥാനത്തുള്ള ഒരാൾ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന വന്ന ആൾ പോലും ഈ ഒരു കാര്യം അറിഞ്ഞ് നമ്മളെ കൂടെ ഒരു ദിവസത്തെ ജോലി നമ്മളെ കൂടെ ചെയ്യാൻ തയ്യാറം വന്നിട്ട് നമ്മളെ കൂടെ ഉണ്ട്. ആളെന്ന് പരിചയപ്പെടുത്തരാം. ഇതാണ് ആൾ. ഇപ്പം നമുക്ക് അലാവുദ്ദീൻ അൻസാരി. മലയാളം ഹിന്ദി അറിയില്ല. മലയാളം അറിയോ? മലയാളം അറിയില്ല. മൂപ്പരെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നെ. അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യാം? എൻ്റെ കൂടെ പിന്നെ അലാവുദ്ദീൻ അൻസാരി എൻ്റെ കൂടെ 2 വർഷമായി വർക്ക് ചെയ്യണം. ഇതുപോലെ 2-3 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. 2 പേര് പോയതാണ്. അവർ കൂടി ഉണ്ടെങ്കിൽ ഈ മെജോറിറ്റിയിൽ ഈ വർക്ക് നമുക്ക് ഒന്നും കൂടി പ്രിവിലേജ് കൂട്ടായിരുന്നു. അപ്പോൾ അലാവുദ്ദീൻ അൻസാരിയെ എനിക്ക് വേറൊരു വ്യക്തിയാണ്. നമുക്ക് അവനെ വണ്ടൂർ പൂളക്കൽ നിന്ന് വർക്കിന് കൊടുന്ന് അങ്ങനെ 2 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ദൗത്യം ഏൽപ്പിച്ചാലും 100% ആ ദൗത്യം വളരെ വെരി ഹാപ്പി പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിലുപരി അൻസാരി ഒറ്റക്ക് താമസിക്കുമ്പോൾ അൻസാരിനൂടെ പറഞ്ഞു ഫാമിലി കൂടി വന്നോട്ടെ. അങ്ങനെ ഫാമിലി ആയിട്ട് പോവുകയാണ്. കുട്ടികളുണ്ടോ? ഒരു ചെറിയ കുട്ടിയുണ്ട്. അതുപോലെ 100% കുട്ടിയുടെ വർക്കിൽ ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ ഇതുപോലുള്ള വർക്കുകളൊക്കെ നമ്മളെ കൂടെ വന്നിട്ടാണ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് വൈറ്റ് സിമെന്റ് ഒക്കെ അടിക്കാൻ പഠിച്ചത്. 100% കുട്ടിന്റെ നല്ല അടിപൊളി വർക്കാണ്. അപ്പോൾ മുന്നേ 2 മാസം എനിക്ക് കിട്ടുന്നതിൻ്റെ 2 മാസം മുമ്പ് അൻസാരി വണ്ടൂർ ഒരു സർവീസ് സ്റ്റേഷനിൽ ജോലിക്ക് വന്നതാണ്. അങ്ങനെ 2 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാ വെരി വെരി ഹാപ്പി ആയിട്ട് ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. വെരി വെരി ഹാപ്പി ആയിട്ട് പോകുന്ന കാര്യങ്ങൾ. അത് പറഞ്ഞാൽ വളരെ സന്തോഷം. ഒരുപാട് ആളുകൾ അപ്പോൾ നമ്മൾ ഈ വീടുമായിട്ട് സഹകരിച്ചിരിക്കുന്നു. അപ്പോൾ ആരൊക്കെയാണോ ഇതിന് സഹകരിച്ചത് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം.